നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ ഒരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട് സയൻസും സോഷ്യൽ സയൻസും നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ. സയൻസിൽ 3 കോമ്പണൻസ് ആണ് നിങ്ങൾക്കറിയാം. എ ഫിസിക്സ്, ബി കെമിസ്ട്രി ആൻഡ് സി ഫിസിക്സ് എന്ന രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിലും അതുപോലെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നാണ് പുതിയ ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ഒരു കാരണവശാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് മിക്സപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിനെ 3 ഭാഗങ്ങളായിട്ട് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിട്ട് എയിൽ ബയോളജി ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക, ബിയിൽ കെമിസ്ട്രി മാത്രം എഴുതുക, സിയിൽ ഫിസിക്സ് മാത്രം എഴുതുക. ബയോളജിയുടെ ക്വസ്റ്റ്യൻ പിന്നീട് ഫിസിക്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞിട്ടോ ഒന്നും എഴുതാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സോഷ്യൽ സയൻസിലും 4 കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെക്ഷൻ എ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, സെക്ഷൻ ബി ജോഗ്രഫിയാണ്, സെക്ഷൻ സി പൊളിറ്റിക്കൽ സയൻസും, ഡി ഇക്കണോമിക്സും. അവിടെയും നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ പ്രത്യേകം തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.